അങ്ങനെ നമ്മൾ 1.5 മാസത്തിന് ശേഷം പഞ്ചാബിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. 1.5 മാസമായി ഞാനും പിള്ളേരും കൂടി വന്നിട്ട്. ഉമേഷ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ പാക്ക് ചെയ്യാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പെട്ടി വാങ്ങിയിട്ട് അതിൽ നമ്മൾ തേങ്ങയാട്ട വെക്കണത്. തേങ്ങ നമ്മൾ ഒരു 10-25 ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൽ നമ്മൾ പച്ചക്കായ ഇല്ല, അത് ചെറിയുള്ളി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നൈനുക്കുന്നെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് തന്നെ അവൾക്ക് ജൂൺ 17 ക്ലാസ് തുടങ്ങി കേട്ടോ. അപ്പോൾ അത് അന്നന്ന് എടുക്കണം, പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറ്റാവുന്നതൊക്കെ അന്നന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് നാട്ടിൽ വന്നിട്ട്. പിന്നെ നമ്മൾ കുറേ ഡ്രസ്സുകളുണ്ട്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അധികം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ അനിയത്തിമാരുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കുറച്ച് ഇവിടെയും വെച്ചിട്ടുണ്ട്, അനിയത്തിമാർ ഇട്ടോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ ബനാന ചിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ മേമ ഉണ്ടാക്കി തന്നതാണ്. മേമ കടയിൽ നിന്ന് കിട്ടണേക്കെ അടിപൊളിയായി മേമ ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതൊരു 3-4-5 കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വൈകുന്നേരം രാത്രി തന്നെ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ പോണേൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടോ. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. എനിക്ക് നാട്ടിൽ വന്നപ്പോൾ പറ്റിയ ജീവിതത്തിൽ ആദ്യമായിട്ട് പറ്റിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഹനുമാന് വടമാല നേരാന്ന് കേട്ടോ കഴിപ്പിക്കാമെന്ന്. നമ്മുടെ ഇവിടെ വില്ലാതിനാഥ അമ്പലത്തിൽ ഹനുമാന് വടമാല എന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-40 വടമാല കിട്ടും. അത് കഴിക്കാൻ പറ്റും കേട്ടോ. അതാണ് അവിടുത്തെ പ്രസാദം. അതൊക്കെ കഴിപ്പിച്ച് നമ്മൾ തിരിച്ചു പോകണ വഴിക്ക് നമ്മൾ ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഒരു സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടെത്തിയപ്പോഴേക്കും അവിടെ അനിയത്തി അമ്മയും എല്ലാവരും കൂടിയിട്ട് എനിക്ക് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നമുക്ക് 12:15 ട്രെയിൻ. അതിന് മുന്നേ ഇവിടുന്ന് ഒരു 10:30 പോകണം. ഷൊർണൂർ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. അമ്മയും അനിയത്തിമാരൊക്കെ കൂടിയിട്ട് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ഡിന്നറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ലെമൺ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. അമ്മ വില കുറഞ്ഞിട്ട് പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുന്ന് പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ വടമാല. ഈ ഒരു മാലയിൽ ഹനുമാൻ ഇങ്ങനെ മാലയായിട്ടിട്ടുണ്ടാവും അവിടെ അമ്പലത്തിലും. അതാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഇത് പ്രസാദമാണ് അവിടുത്തെ. ഇതൊരു 10-40 ഉണ്ടാവും എനിക്ക് തോന്നണം. അങ്ങനെ കുറേ പാവയ്ക്ക കിട്ടിയതുകൊണ്ട് ഉമേഷിനാണെങ്കിൽ പാവയ്ക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമേഷിന് വേണ്ടിയിട്ട് അമ്മ കുറേ തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എണ്ണ, പിന്നെ തല തേക്കാനുള്ള കാച്ചിയ എണ്ണ, പിന്നെ എൻ്റെ അനിയത്തിയുടെ മദറിനോ കുറേ ഉപ്പിലിട്ട കണ്ണിമാങ്ങ തന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും മറന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇറങ്ങാൻ നേരത്ത് നൈഹൂനാണെങ്കിൽ അമ്മമ്മയുടെ അടുത്ത് നിന്ന് വരാനും തോന്നാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യമാണ് നമ്മൾ കൂടുതൽ ദിവസം നിന്നത് കേട്ടോ. 1.5 മാസമൊക്കെ നിന്നു. അതുകൊണ്ടായിരിക്കുന്നു വിചാരിക്കണു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.